ഇരുന്നോളൂ ഇരുന്നോളൂ ഇരുന്നോളൂ. ഉറക്കമായി കാണുന്ന നാം കരുതിയത്. നിദ്രാദേവിയുടെ അനുഗ്രഹം കുറവാണ്. അല്ലെങ്കിലും ജീവിതത്തിൽ വ്യഥകളുള്ളവർക്ക് അത് പതിവില്ലല്ലോ. ആശങ്കയാണ് എല്ലാത്തിൻ്റെയും കാരണം. ഭക്ഷണത്തിനു വേണ്ടി, പാർപ്പിടത്തിനു വേണ്ടി, അറിവിനു വേണ്ടി, ഉദ്യോഗത്തിനു വേണ്ടി എല്ലാം നാം ആശങ്കപ്പെടണം. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനം എന്തെങ്കിലും ഉണ്ടോ? അങ്ങ് നാട് ചുറ്റുന്നു, അങ്ങ് എത്തുന്ന സ്ഥലങ്ങളിൽ അങ്ങയ്ക്ക് ഭക്ഷണമുണ്ട്, ഉറങ്ങാൻ ഇടമുണ്ട്. ഇതൊന്നും വിധിച്ചിട്ടില്ലാത്തവർ എത്രയോ പേരുണ്ട്. ഒരർത്ഥത്തിൽ അതും ശരിയാ. നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ ചെറുതാണെന്ന് തോന്നും. മറ്റുള്ളവരെ കൂടി പരിഗണിക്കുമ്പോൾ നമ്മുടെ ഉയരം കൂടുകയും ചെയ്യും. അല്ലേ തിരുമേനി? വാസ്തവം. ഈ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ആശങ്ക ഇളം പ്രായത്തിലുള്ള കുഞ്ഞിനെക്കുറിച്ചായിരുന്നു. പക്ഷേ തിരക്കി വന്ന പഞ്ചമി ഒരു ഉറപ്പ് തന്നു. അത് ഈ നിമിഷം വരെ ആ കുട്ടി പാലിക്കുകയും ചെയ്തു. ഇപ്പൊ ഞാൻ തൃപ്തനാണ്. എന്റെ കുഞ്ഞും സുരക്ഷിതയാണ്. പഞ്ചമിയെ പരിചയപ്പെട്ട ശേഷം ഓരോ വാക്കിലും ഒരാശ്വാസത്തിന്റെ തണലുണ്ട്. എന്നിട്ടും ആ കുട്ടി എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചു. വാസ്തവം. അതാണ് ഞാൻ പറഞ്ഞത്. കൊട്ടാരക്കെട്ടിന്റെ സൗകര്യങ്ങളിൽ വളരേണ്ട ആ കുട്ടി കാടായ കാടുകൾ മുഴുവൻ കയറി ഇറങ്ങിയിരിക്കുന്നു. എച്ചിലിലകളിൽ നിന്ന് അന്നം കഴിച്ചിരിക്കുന്നു. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ: അലംഘനീയമായ വിധി. പക്ഷേ അതുകൊണ്ടെന്താ, തിരിച്ച് ദേശമംഗലത്തേക്ക് എത്തിയപ്പോ പാകത വന്നവളായിരിക്കുന്നു. പഞ്ചമി തന്നെയാണ് ഇപ്പോ ഈ നാടിന്റെ ഐശ്വര്യം. അസ്വസ്ഥമായ ചിന്തകൾ വിട്ടേക്കൂ. ദേവിയെ മനസ്സിൽ നന്നായി ധ്യാനിച്ച് കിടന്നോളൂ. നിദ്രാദേവി അനുഗ്രഹിക്കും. സ്വാമി, അവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചോ? അതേ തമ്പുരാൻ, നമ്മുടെ യാത്രയ്ക്കുള്ള സമയമായി. ദേവിയുടെ കൃപയാൽ ഇവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുകയാണ്. അതിന്റെ പൂർണ്ണത വരെ അങ്ങിവിടെ ഉണ്ടാവേണ്ടതല്ലേ? ക്ഷമിക്കുക. നമ്മുടെ വരവും പോക്കും ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് അങ്ങയോട് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ഇങ്ങോട്ട് പുറപ്പെടാൻ കൽപ്പിച്ച അമ്മ തന്നെ തിരിച്ചു പോകാനും പറഞ്ഞിരിക്കുന്നു. അങ്ങ് വിഷമിക്കുന്നത് എന്തിനാണ്? ഇത്രയൊക്കെ ചെയ്ത മഹാമായ ഇനി അങ്ങയെയും അങ്ങയുടെ രാജ്യത്തിനെയും കൈവിടില്ല. സമാധാനമായിരിക്കൂ. നമ്മെ പോകാൻ അനുവദിക്കുക. ശരി, എല്ലാം അങ്ങ് പറയുന്നത് പോലെ. അനുഗ്രഹിച്ചാലും സ്വാമി. അമ്മേ ഭഗവതി. നന്മ വരട്ടെ. അയ്യോ, എന്തു പറ്റി? എഴുന്നേക്കൂ. എന്തു പറ്റി? എന്തു പറ്റി? വെള്ളം വേണം. ദാ, ഇത് ക്ഷേത്രത്തിൽ ദേവിക്ക് അഭിഷേകം ചെയ്ത പാലാണ്. ഇത് കുടിച്ചോളൂ. ഇവിടെ ഒന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ.
എവിടെ നിന്നാണ്? എന്തു പറ്റി ഇങ്ങനെ തളർന്നു വീഴാൻ? കാര്യം എന്താണെന്ന് പറയൂ. കാര്യം അറിഞ്ഞ കുട്ടിയെ എന്നെ ആട്ടി ഓടിക്കും. എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. ഞാൻ നടക്കട്ടെ. നോക്കൂ, ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. വഴിയിൽ ഇങ്ങനെ തളർന്നു പോയാൽ ഇതുപോലെ സഹായിക്കാൻ ആരും കണ്ടില്ലെങ്കിലോ? അങ്ങനെ തീരാനാണ് വിധിയെങ്കിൽ തീരട്ടെ. അല്ലെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നോണ്ട് എനിക്ക് പോലും ഒരു പ്രയോജനവും ഇല്ല. എനിക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റും. പക്ഷേ അതിനു മുമ്പ് എനിക്കറിയണം നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന്. വാണിയൻ നാടെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അതൊരുപാട് ദൂരെയല്ലേ? അവിടുത്തെ നാടുവാഴി തമ്പുരാന്റെ കൈകാര്യക്കാരനായിരുന്ന ചന്ദ്രസേനന്റെ മകളാണ് ഞാൻ. എന്നിട്ട് പിന്നെ ഈ അവസ്ഥയിൽ? വിധി. കുട്ടിക്കാലം മുതൽ അറിവുകളോടായിരുന്നു കമ്പം. ഏട്ടനോട് മത്സരിച്ച് വേദങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ സ്വായത്തമാക്കി. തർക്കശാസ്ത്രം പഠിച്ചു, ഗണിതവും ഒരു കൈ നോക്കി. പക്ഷെ ആ അറിവ് തന്നെ ജീവിതത്തിന് വിലങ്ങുതടിയായി. അറിവ് വിലങ്ങുതടിയാവുകയോ? അതെങ്ങനെ? പെണ്ണിന് അറിവെന്തിനാ? ഈ ചോദ്യം ചോദിച്ചത് എന്റെ നാട്ടിലെ ജ്ഞാന പണ്ഡിതൻ എന്ന സ്വയം വിശേഷിപ്പിക്കുന്ന ആളാ. ഒരു ദിവസം ക്ഷേത്രമുറ്റത്ത് വെച്ച് എന്റെ അറിവിനെ പരീക്ഷിക്കാൻ വേണ്ടി എന്നോട് അദ്ദേഹം കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയുകയും ചെയ്തു. എന്നെ അനുഗ്രഹിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. എങ്കിലും അടങ്ങാത്ത പകയുണ്ടായിരുന്നു ആ മനസ്സില്. എന്നിട്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ ഉറക്കറയിൽ എനിക്ക് പരിചയമില്ലാത്തൊരു പുരുഷൻ. ഞാൻ അലറി വിളിച്ചു. എല്ലാവരും ഉണർന്ന് എണീറ്റ് വന്നു. കൂട്ടത്തിൽ അടുത്ത ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആ പണ്ഡിതനും. എന്റെ നിലവിളി ആരും കേട്ടില്ല. എനിക്കെന്തെങ്കിലും പറയാനുണ്ടോന്ന് ആരും ചോദിച്ചില്ല. ഉറക്കറയിലേക്ക് അന്യപുരുഷനെ വിളിച്ചു കയറ്റിയവൾ അങ്ങനെ ഒരു പട്ടം ചാർത്തി തന്നു. എല്ലാം ആ പുരോഹിതന്റെ കുതന്ത്രങ്ങളായിരുന്നു. എന്റെ മുന്നിൽ തോറ്റുപോയ ആ പുരോഹിതൻ എന്നെ നാട് കടത്തുക എന്ന ശിക്ഷയും വിധിച്ചു. പ്രതികാരം ഭംഗിയായി നിർവഹിച്ചു. അലഞ്ഞ വഴികൾ എത്ര, ഏറ്റുവാങ്ങിയ പീഡനങ്ങൾ എത്ര അറിയില്ല. എന്നിട്ടും ഇങ്ങനെ നടക്കുന്നു, മരണവും തേടി. വെറുപ്പ് തോന്നുന്നില്ലേ ഈ വഴിമിഴച്ചവളോട്? ഇല്ല, ഇതൊരിക്കൽ ഞാനും അനുഭവിച്ചത് തന്നെയാണ്. പെണ്ണെന്നും തോൽപ്പിക്കപ്പെടുന്നവൾ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ. എനിക്ക് മനസ്സിലായില്ല. വേണ്ട, എന്റെ കഥ ഇതിൽ നിന്നും വ്യത്യസ്തമല്ലെന്ന് തൽക്കാലം മനസ്സിലാക്കിക്കോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഭക്ഷണം, താമസിക്കാൻ ഒരിടം, അതുപോരെ? നാട് വാഴുന്ന തമ്പുരാന്റെ സഹോദരിയാണ് ഞാൻ. ഒരു കാര്യം ചെയ്യുക, ഇവിടെ തൊട്ടടുത്ത ദേശക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയുടെ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അവിടേക്ക് വരുന്നതിൽ വിരോധമുണ്ടോ? ഞാൻ തർക്കം പറയുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ സംസാരിച്ചോളാം. ക്ഷേത്ര ചടങ്ങുകളിൽ ഒരു സഹായിയായിട്ട് തൽക്കാലം കൂടിക്കോളൂ. എങ്കിൽ സന്തോഷമായി. ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുന്നതിൽ പരം ആനന്ദം വേറെ എന്തുണ്ട്? എന്നാൽ നടന്നോളൂ. പൂർവ്വവൃത്താന്തമൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. എന്റെ പരിചയത്തിലുള്ള ഒരാൾ. അങ്ങനെ തൽക്കാലം ഞാൻ പറയൂ. വരും.